ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. കൂത്താട്ടുകുളം നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതം. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിച്ച 8 ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 2 വർഷത്തിലധികം. നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാഫിക് നിരീക്ഷണങ്ങളുടെ ഭാഗമായി കൂത്താട്ടുകുളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി 8 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. ഏതാണ്ട് 1 വർഷത്തോളമായി ക്യാമറകൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. സെൻട്രൽ കവലയിലെ മീഡിയനുകളിലായി ANPR ക്യാമറയോടൊപ്പം 6 ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. ഇതിൽ ടൗൺ പാലത്തിന് സമീപം മീഡിയനിൽ സ്ഥാപിച്ചിരുന്ന ANPR ക്യാമറ വാഹനം ഇടിച്ച് തകർന്നിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ചെരിഞ്ഞുവീണ ക്യാമറ പോസ്റ്റും കേബിളുകളും മാസങ്ങളോളം റോഡിന് നടുവിലുള്ള ഡിവൈഡറിൽ അവശേഷിക്കുകയായിരുന്നു. തുടർന്ന് ചർച്ചയായതോടെ ക്യാമറയും പോസ്റ്റും ഇവിടെ നിന്നും നീക്കം ചെയ്തു. എന്നാൽ അപകടം നടന്നിട്ട് 1 വർഷം പിന്നിട്ടിട്ടും ക്യാമറ പുനഃസ്ഥാപിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടൗണിലെ 7 ക്യാമറകൾക്ക് പുറമെ മർച്ചന്റ് അസോസിയേഷൻ 2 ക്യാമറകൾ കൂടി സ്പോൺസർ ചെയ്തിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച ക്യാമറകളും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. അടിയന്തരമായി ക്യാമറകൾ നീക്കി നഗരം വീണ്ടും ക്യാമറ നിരീക്ഷണത്തിൽ ആക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. റോയ് കെ എബ്രഹാം ചെയർമാൻ ആയിരുന്ന കാലഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും കൂത്താട്ടുകുളം സ്വദേശിയുമായ സിബി അച്യുതന്റെ മേൽനോട്ടത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.